അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി സൂറത്തുൽ കൗസറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മഹത്വം ഹദീസിൽ വിവരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ജബ്ബാർ പറയുന്ന ചില സംഗതിയുണ്ട്. അതിൽ ജബ്ബാറിൻ്റെ വക കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. ഹദീസിൽ അതുമായിട്ട് വന്നിട്ടുള്ളത് എന്താണ്? ഈ ഹൗലുൽ കൗസർ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരലോകത്ത് നൽകുന്ന ഒരു ജലസംഭരണിയാണ്. ആ ജലസംഭരണിയെ സംബന്ധിച്ച് ഹദീസിലുള്ള പ്രയോഗം ഫഇന്നഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു നഹറുൻ വഅദനീഹി റബ്ബി അസ്സ വജല്ല, എൻ്റെ നാഥൻ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു അരുവിയാണ് ഈ അൽ കൗസർ എന്ന് പറയുന്നത്. ഇത് അൽ കൗസർ എന്നത് ഈ ജലസംഭരണിയിലേക്ക് നമ്മൾ ഒതുക്കുമ്പോഴാണ് ഈ വ്യാഖ്യാനം വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നൽകിയിട്ടുള്ള വിശദീകരണം എന്നുള്ളവർക്ക് വരുന്നത്, അല്ലാതെ അതിലത് പരിമിതമാണെന്നുള്ളതല്ല. അങ്ങനെ ഒരു നെഹ്ർ, ഒരു അരുവി അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. അതിനും അൽ കൗസർ എന്ന് പറയുന്നേ ഉള്ളൂ. അലൈഹി ഖൈറുൻ കസീർ, എന്നിട്ട് നബി പറഞ്ഞു അതിൽ ധാരാളം ഗുണമുണ്ട്. ഹുവ ഹൗലുൻ തരിദു അലൈഹി ഉമ്മത്തി യൗമൽ ഖിയാമ, അത് ഒരു ഹൗലാണ്, ജലസംഭരണിയാണ്. ആ ജലസംഭരണിയുടെ അടുത്ത് അന്ത്യനാളിൽ എൻ്റെ സമൂഹത്തിലുള്ള ആളുകളൊക്കെ വരും. ആനിയത്തുഹു അതതു നുജൂം, അതിൻ്റെ പാത്രങ്ങളുടെ എണ്ണം നക്ഷത്രങ്ങളുടെ എണ്ണം പോലെയാണ്. കാരണം അത്രക്ക് അവിടെ നക്ഷത്രം എണ്ണി കണക്കാക്കുന്നത് പോലെ ആകാശലോകത്തുള്ള നക്ഷത്രങ്ങൾ എന്നുള്ളതുമല്ല ഇവിടെ പറയുന്നത്. ഇവിടെയാണ് ഇവർക്ക് ഈ സഹൃദയത്വമില്ല നമ്മൾ പറയുന്നത്. ഒരു സംഗതിയെ ഉപമിച്ചുകൊണ്ട് പറയുമ്പോൾ അതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇവർക്കില്ല എന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ സഹൃദയത്വമുള്ള ആളുകൾ അങ്ങനെ മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ ആ സഹൃദയത്വം പോലും നഷ്ടപ്പെട്ടു പോയൊരു വിഭാഗമാണ് യുക്തിവാദികൾ, നാസ്തികന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഈ ഹൗലിൻ്റെ, ഈ ജലസംഭരണിയുടെ പാത്രങ്ങളുടെ എണ്ണം നക്ഷത്രങ്ങളുടെ എണ്ണം പോലെയാണ്. പറഞ്ഞാൽ അത്രയ്ക്ക് വർദ്ധനമാനമായിട്ടുള്ള കോടിക്കണക്കിന് മനുഷ്യർ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ട് അന്ത്യനാൾ വരെ വരുന്ന മുസ്ലിങ്ങളായിട്ട് നബിയുടെ സമൂഹത്തിൽപ്പെട്ട മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ ആദം നബി അലൈഹി സ്വലാം മുതൽക്കുള്ള എല്ലാ പ്രവാചകന്മാരുടെ അനുയായികളും മുസ്ലിങ്ങളാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ എന്നത് ഏറ്റവും കോടിക്കണക്കിന് മനുഷ്യർ അവിടെ വന്ന് ഈ വെള്ളം വാങ്ങി കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ അവർക്കൊക്കെ വെള്ളം കൊടുക്കണമെങ്കിൽ കുറഞ്ഞ പാത്രം പോരാ. അതുകൊണ്ടാണ് ആനിയത്തുഹും അതത് നുജൂം എന്ന് പറഞ്ഞത്. അപ്പോൾ യുഹ്തലജുൽ അബ്ദു മിൻഹും ഫഅഖൂലു ഇന്നഹു മിൻ ഉമ്മത്തി, എന്നിട്ട് അവിടെ നിന്ന് തട്ടി മാറ്റപ്പെടുന്ന, ഈ വെള്ളം കുടിക്കാൻ വരുന്ന ആളുകളിൽ നിന്ന് തട്ടി മാറ്റപ്പെടുന്ന ചില ആളുകളെ പറ്റി നബി പറയുന്നുണ്ട്. ജബ്ബാറിനെ പോലെ ഇസ്ലാമിനെ പരിഹസിച്ച് കൊണ്ടിരിക്കുന്ന, ഇസ്ലാമിന് വിരുദ്ധമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളും ദാഹിച്ച് മുതുകൊടിയാം സമയത്ത് നബിൻ്റെ അടുത്ത് വെള്ളം ചോദിച്ച് വരും. അപ്പം വരുന്ന സമയത്ത് അവരവിടുന്ന് തട്ടി മാറ്റും മലക്കുകൾ വന്നിട്ട്. അപ്പോൾ ജബ്ബാറിനെ കാണുമ്പോൾ അയാളെ പേര് ജബ്ബാറാണല്ലോ എന്നുള്ളവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു സിമ്പതി തോന്നും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ചങ്ങായിൻ്റെ സമൂഹത്തിൽപ്പെട്ടതാണല്ലോ. അപ്പോൾ മലക്കുകൾ പറയും, യുഖാലു ഇന്നക ലാ തദ്രി മാ അഹ്ദസ ബഅദക, ഇവനൊക്കെ താങ്കൾക്ക് ശേഷം വരുത്തി വച്ചിട്ടുള്ള ദൂഷ്യങ്ങൾ എന്താണെന്ന് താങ്കൾക്ക് അറിയില്ല. ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇവനൊക്കെ പണിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നിട്ട് അവരവിടുന്ന് പിന്നെ തട്ടി മാറ്റുക ചെയ്യാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു സംഗതി ഹദീസിൽ ഉദ്ധരിച്ചു വന്നിട്ടുണ്ട്. വഖൂലു, അപ്പോൾ ഞാൻ പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇത്തരം ആളുകൾക്ക് നാശം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് വെള്ളം കൊടുക്കൂലാന്നാ. ഈ വെള്ളം കിട്ടണമെങ്കിൽ, കൊടുക്കണമെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് നിശ്ചയിച്ച ആളുകൾക്ക് കൊടുക്കാൻ നബിക്കും പറ്റുള്ളൂ. നബി വിചാരിച്ചവർക്ക് കൊടുക്കാൻ പറ്റൂല. അപ്പോൾ ഇസ്ലാമിൽ നിന്ന് അകന്നു പോയ, ഇസ്ലാമിനെ പരിഹസിക്കുന്ന, ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവിടെ വരും കൈ നീട്ടിയിട്ട്. ജബ്ബാറും ഉണ്ടാവും ആ കൂട്ടത്തിൽ, ജബ്ബാറിനെ പോലുള്ള ആളുകളും ഉണ്ടാവും. അപ്പോൾ അവിടുന്ന് വെള്ളം കിട്ടൂല. വെള്ളം കിട്ടാതെ ദാഹിച്ച് വലഞ്ഞ് തിരിച്ചു പോകേണ്ടി, ഭഗ്നാശരായിട്ട് തിരിച്ചു പോകേണ്ട ഗതികേടാണ് ഇത്തരം ആളുകൾക്ക് ഉണ്ടാവുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഈ ഹൗലിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് അതിൻ്റെ മണ്ണ് അത് കസ്തൂരി പോലുള്ളൊരു മണ്ണാണ്. അവിടെ കസ്തൂരി എന്ന് പറഞ്ഞാൽ
പിന്നെ ഇവിടുത്തെ മാനിൽ നിന്ന് എടുക്കുന്ന കസ്തൂരി അവിടെ കൊണ്ടുപോയി വെക്കുന്നു എന്നല്ല ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെയുള്ളൊരു മനസ്സും ബുദ്ധിയൊക്കെ ഉള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഉപമകളിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ജലസംഭരണിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ജബ്ബാർ അവിടെ കൂട്ടിച്ചേർത്തൊരു സംഗതി എന്താണ്? അതാണ് രസം. ജബ്ബാർ പറഞ്ഞ ഇതിൻ്റെ ചുറ്റും തരുണികളുണ്ടാവും എന്ന് വെള്ളം മുക്കി കൊടുക്കാൻ. ഏത് ഹദീസിലാണ് ജബ്ബാറായി കണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ ഷിയാക്കൾ പറഞ്ഞു ഈ കൗസർ എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അലിയും കൂടി അവകാശപ്പെട്ടതാണ്. ഇവിടെ അലി എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ ഒരാളാണ് എന്നത് യഥാർത്ഥത്തിൽ ഷിയാക്കളിലെ തന്നെ വലിയൊരു വിഭാഗം അംഗീകരിക്കുന്നവരാണ്. പിന്നെ ഷിയാക്കൾ എന്ന് പറയുമ്പോൾ ഷിയാക്കളുടെ വിശ്വാസങ്ങളും ഇതും ചർച്ച ചെയ്യാറില്ലല്ലോ. ഖുർആനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ജബ്ബാറിന് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധവും പിന്നെ അയാൾ പോകുന്ന വഴിവിട്ട രീതി എന്ന് പറഞ്ഞാൽ ഖുർആനെ വിമർശിക്കുന്നതിന് പകരം മുഫസ്സിറുകളെ വിമർശിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇയാൾ രക്ഷപ്പെടാനുള്ളത്. അതിൽ കൂടുതലും വിമർശിക്കുക ഇബ്നു അബ്ബാസ് പറഞ്ഞു ഈ സൂറത്ത് ഇതുപോലുള്ള സൂറത്തുകളിൽ ഇബ്നു അബ്ബാസ് പറഞ്ഞ കാര്യങ്ങളെയൊക്കെ വിമർശിച്ചുകൊണ്ട് അതല്ല ശരി, ഇതാണ് ശരിയെന്ന് ശരി പ്രഖ്യാപിക്കുന്ന രീതി കൂടി നമ്മളെ ജബ്ബാറിനുണ്ട്. കാരണം മൂപ്പര് മഹാപണ്ഡിതനാണ് ഖുർആൻ്റെ കാര്യത്തിൽ, അതുകൊണ്ടാണ് മൂപ്പര് അങ്ങനെയൊക്കെ പറയുന്നത്. അത് നമുക്ക് വിടാം. അപ്പോൾ അറബി ഭാഷയായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു മനുഷ്യൻ അയാൾ തന്നെ പറഞ്ഞതനുസരിച്ച് അയാൾക്ക് SSLCയുടെ പിന്നെ പേപ്പർ അറബി പേപ്പറിൽ 50% അയാൾ പൊളിഞ്ഞതാണ്. പിന്നെ വലിയ കുമ്പളങ്ങയാണ് അയാൾക്ക് അതിന് മാർക്ക് കിട്ടിയതെന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. അങ്ങനത്തെ മനുഷ്യനാണ് അറബി ഭാഷയിലുള്ള ഒരു ഗ്രന്ഥത്തെ നിരൂപണം നടത്തിയിട്ട് അതിൻ്റെ എല്ലാ അർത്ഥവൈപല്യവും ആശയ വൈപല്യവും ഒക്കെ ചർച്ച ചെയ്തിട്ട് അതൊന്നിനും കൊള്ളരുതാത്തതാണ് എന്ന് പറയുന്നത്. ഇതെന്താണ് സമൂഹത്തിന് നൽകിയിട്ടുള്ളത്? മക്കയിൽ അവതരിച്ച സൂറത്തുകളെ സംബന്ധിച്ചൊക്കെ ഉള്ള ചോദ്യമാണ് ജബ്ബാറിൻ്റെ ഭാഗത്തു നിന്ന്. ഇതെന്താണ് സമൂഹത്തിന് നൽകിയിട്ടുള്ളത്? ഇവിടെ നമസ്കാരം എന്ന് പറയുന്നത് എന്താണ്? അത് മനുഷ്യനെ കെട്ടിയിടുന്ന അല്ലെങ്കിൽ അവനെ ഇതാണ് അവനെ ഈ മടിയനാക്കി തീർക്കുന്ന ഒരു ഏർപ്പാട് എന്നുള്ളതാണ് ജബ്ബാർ പറഞ്ഞത്. എന്നാൽ ജബ്ബാറിന് മനസ്സിലാവാത്തൊരു സംഗതി ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കണത് എന്നുള്ളത് ജബ്ബാറിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജബ്ബാറിന് അതുണ്ടോ ഇല്ലാന്നുള്ളതല്ല. ഇവിടെ വലിയൊരു വിഭാഗം മനുഷ്യർ ആത്മീയമായിട്ടുള്ള ദാഹം അനുഭവിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ഈ ആത്മീയ ദാഹം തീർക്കാൻ എന്താണ് ജബ്ബാറിനെ പോലുള്ള ആളുകളുടെ കയ്യിലുള്ളത്? ഒന്നുമില്ല. ശൂന്യമാണ് അവരുടെ ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളും വാക്കുകളും ഒക്കെ. ഇവിടെയാണ് ഇസ്ലാമിനെ പോലുള്ള മതങ്ങൾ അവർക്ക് ആത്മീയമായിട്ടുള്ള അവരുടെ ദാഹം തീർക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ ശരി തെറ്റുമൊക്കെ ഉണ്ടാവാം. അതിൽ ശിർക്ക്പരമായിട്ടുള്ള കുഫ്റുപരമായിട്ടുള്ള സംഗതികൾ വരെ മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാം അതിൻ്റെ ഏറ്റവും ശരിയായിട്ടുള്ള ഒരു ശിർക്കും കുഫറും ഇല്ലാത്ത ഒരു സംഗതിയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ രക്ഷിതാവ് അവൻ്റെ സൃഷ്ടാവിൻ്റെ മുമ്പിൽ മാത്രം എല്ലാം സമർപ്പിക്കാൻ അവനെ പ്രേരിപ്പിക്കാനാണ് ഇവിടെ ഖുർആൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫസല്ലി ലി റബ്ബിക ഇങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ നിനക്ക് നൽകിയത് കാരണമായി നീ ചെയ്യേണ്ടത് എന്താണ്? ഒരാൾക്കൊരു നേട്ടം കിട്ടുമ്പോൾ അതിൻ്റെ കാരണമായിട്ട് അയാൾ നന്ദിയുള്ളവനാവാനുള്ളതാണല്ലോ ചെയ്യേണ്ടത്. അതാണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ജബ്ബാർ പറയും പോലെ ഈ കൗസർ വലിയ കുളം കിട്ടാൻ വേണ്ടി ചെയ്യണമെന്നല്ല. ഇങ്ങനെ നിനക്ക് അള്ളാഹു ഒരുക്കി വെച്ചത് കൊണ്ട് നീ ചെയ്യേണ്ടത് ഫസല്ലി ലി റബ്ബിക നിൻ്റെ നാഥന് വേണ്ടി നീ നമസ്കരിക്കാനുള്ളതാണ്. അപ്പോൾ നിൻ്റെ ആത്മാർത്ഥത, നിൻ്റെ നിഷ്കളങ്കതയാണ് നിൻ്റെ ആരാധനാ രംഗത്ത് പ്രകടിപ്പിക്കേണ്ടത്. മറ്റൊന്ന് വൻഹർ നീ ബലി നൽകുക. ആർക്ക് വേണ്ടി? നിൻ്റെ നാഥന് വേണ്ടി. ഈ ബലി എന്ന് നൽകുന്നതും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ബലി എന്നത് വിഗ്രഹങ്ങൾക്ക് വേണ്ടി, വ്യാജ ദൈവങ്ങൾക്ക് വേണ്ടി ബലി നൽകാനുള്ളതാണ് ഏത് കാലത്തും മനുഷ്യർ ശിർക്കിലും കുഫറും അകപ്പെട്ടിട്ടുള്ള മനുഷ്യർ ചെയ്തു വരുന്നത്. അപ്പോൾ ഈ രംഗത്തും ശിർക്കും കുഫറും ഉണ്ടാകാൻ പാടില്ല. അവിടെയും അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് ബലി നൽകേണ്ടതെന്നാണ്. ഇവിടെ കേവലം മൃഗബലി മാത്രമാണോ ബലി എന്ന് പറയുന്നത്? ലോകത്ത് പല മതങ്ങളും ബലിയെ സംബന്ധിച്ച് പല സംഗതികളെ സംബന്ധിച്ചും ഒരു ബലി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ബലി എന്ന് പറയുന്നത് മനുഷ്യൻ അവന് വിലപ്പെട്ട എന്തെല്ലാം സംഗതികളുണ്ടോ അതൊക്കെ സമർപ്പിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ് എന്നതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അവിടെയും ശിർക്കും കുഫറും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അതിൽ മൃഗബലി എന്ന ഒരു ഇനമുണ്ട് എന്നത് ശരിയാണ്.
അതിവിടെ നിഷേധിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ അത് സംബന്ധിച്ച് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഹദീസുകളിലും നിർദ്ദേശങ്ങൾ കാണാം. ആ ബലി എന്ന് പറയുന്നത് അള്ളാഹുവിന് വേണ്ടി ബലി നൽകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മാംസവും രക്തവും അള്ളാഹ്ക്ക് എന്നെ നൽകുക എന്നുള്ളതല്ല. ഇവിടെ മറ്റ് മതങ്ങൾ ദൈവങ്ങൾക്ക് വേണ്ടി നിവേദ്യങ്ങൾ അർപ്പിക്കുകയും അവർക്ക് വേണ്ടി ഭക്ഷണവും പാനീയവും ഒക്കെ ഒരുക്കി വെക്കുകയും ചെയ്യുന്നത് പോലെ അള്ളാഹ്ക്ക് ഇതിൻ്റെ മാംസാദികൾ നൽകുക എന്നുള്ളതല്ല കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. മറിച്ച് ഈ ബലി നൽകുന്നതിലൂടെ ലഭിക്കുന്ന മാംസം അത് പാവങ്ങൾക്ക്, സമൂഹത്തിലെ കഷ്ടപ്പെടുന്ന പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് നൽകുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതും ഈ മൃഗബലി എന്ന അർത്ഥത്തിലേക്ക് വരുമ്പോഴാണ്. അല്ലാതെ ബലി എന്ന് പറയുന്നത് മൃഗബലിയിൽ മാത്രം പരിമിതമല്ല. എന്നിട്ട് ഇതിനെ പരിഹസിച്ചു അപ്പോൾ അവിടെ മനുഷ്യർക്ക് എന്താണ് ഇതിൽ ഗുണം എന്ന് ചോദിക്കുമ്പോൾ ജബ്ബാർ കാണാതെ പോകുന്നൊരു സംഗതി അതാണ്. പാവപ്പെട്ട ആളുകൾ ഇന്നും കോടിക്കണക്കിന് മനുഷ്യർ ഹജ്ജിൻ്റെ വേളയിൽ മക്കയിൽ അറുക്കുന്ന മിനയിൽ അറുക്കുന്ന മൃഗങ്ങളുടെ മാംസം രുചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഭക്ഷണമായി കഴിക്കുന്നുണ്ട് എന്നുള്ളതാണൊരു വസ്തുത. ഇത് അംഗീകരിക്കാനുള്ള ബുദ്ധി പോലും ഇവർക്ക് ഉണ്ടാവില്ല, തൻ്റെ ഉണ്ടാവില്ല. അപ്പോൾ ഇതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ജബ്ബാർ ഈ ബലിയെ സംബന്ധിച്ച് അത് ഒന്ന് മൃഗബലിയാണ്, രണ്ടാമത്തേത് മനുഷ്യരെ കൊല്ലാണ്. എന്നിട്ട് മൂപ്പരതിന് ഉദാഹരണം പറഞ്ഞത് ഇറാഖിൽ, അഫ്ഗാനിസ്ഥാനിൽ, ഗസയിൽ, ലബനാനിലൊക്കെ മുസ്ലിം നാടുകളിൽ നടക്കുന്ന ഈ സായുധ പോരാട്ടങ്ങളെ സംബന്ധിച്ചാണ്. ഇതാരാണ് ഇതിന് ഉത്തരവാദി? മുസ്ലിങ്ങളാണോ? അഫ്ഗാനിസ്ഥാനിലാവട്ടെ ഇറാഖിലാവട്ടെ ഇന്ന് ഗസയിൽ, ലബനാനിൽ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളാണോ ഇതിന് ഉത്തരവാദികൾ? അമേരിക്കയും അമേരിക്കയുടെ ജാരസന്തതിയായിട്ടുള്ള ഇസ്രായേലും അതുപോലുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കൾ മുസ്ലിം ലോകത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് അവിടെ അതൊക്കെ പുറപ്പെടുന്നത്. അവരെ സ്വതന്ത്രമായിട്ട് വിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടാവില്ല. ഇപ്പോൾ ഗസയിൽ നടക്കണത് എന്താ? ഗസയെ ഇസ്രായേലിനെ വരെ ന്യായീകരിക്കുക ചെയ്യുക. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്യുന്ന ക്രൂരതകൾ, നിഷ്ഠൂരതകൾ ഇവർക്ക് കാണാൻ കണ്ണില്ല എന്നുള്ളതാണ്. അവിടുത്തെ താമസക്കാരായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ അവിടുന്ന് ആട്ടിപ്പായിച്ച് അവരിന്നും പല നാടുകളിലായിട്ട് അഭയാർത്ഥികളായി കഴിയുന്നു. അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഭക്ഷണവും വസ്ത്രവും വെള്ളവും പോലും നിഷേധിച്ചുകൊണ്ടാണ് ഇസ്രായേൽ അവരെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ പോലും ഇതിനെതിരെ പ്രമേയം പാസ്സാക്കിയിട്ട് അതിനെയൊക്കെ പുച്ഛിച്ച് തള്ളിയിട്ടുള്ള രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അത്രയ്ക്ക് ക്രൂരന്മാരുടെ ഇത്തരം ചെയ്തികളെ ന്യായീകരിക്കുകയും അതിനൊക്കെ വെള്ളപൂശുകയും ചെയ്യുന്നവരാണ് മുസ്ലിങ്ങൾ. ലോകത്ത് മനുഷ്യരെ കൊന്നൊടുക്കുകയും അവരാണ് ലോകത്ത് ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നതെന്ന് ഇത്തരം ആയത്തുകൾ എടുത്തുകൊണ്ട് അത് ഉദ്ധരിച്ചുകൊണ്ട് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. ഇവരുടെയൊക്കെ മനുഷ്യത്വം എന്ന് പറയുന്നത് പോലും ഇല്ലാത്ത ഒരു വർഗം എന്ന് ഇവരെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. വസ്തുതകളായി അംഗീകരിക്കുകയാണെങ്കിൽ ലോകത്ത് നടക്കുന്ന സംഭവഗതികൾ ശരിയാവണ്ണം നിരീക്ഷിക്കുന്ന ഒരു നിഷ്പക്ഷമതിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിൽ എത്തിപ്പെടാൻ കഴിയില്ലാന്നുള്ളതാണ്. അപ്പോൾ ലോകത്ത് ഇസ്ലാം വരുത്തി വച്ചിട്ടുള്ളത് മനുഷ്യന് എന്ന് മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾ ലോകത്തിന് മൊത്തത്തിൽ തന്നെയും നന്മ വരുത്താനുള്ളതാണ്. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ മാത്രമല്ല ഇന്ന് സംഭവ ലോകത്ത് പോലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനൊക്കെ മറച്ചു പിടിച്ചുകൊണ്ടാണ് ജബ്ബാറിനെ പോലുള്ള ഇത്തരത്തിലുള്ള ദുഷ്ടബുദ്ധികൾ ഖുർആനെ ഈ നിലയ്ക്ക് വിമർശിക്കുകയും അവഹേളിക്കുകയും ചെയ്തുകൊണ്ട് ഇല്ലാത്ത കെട്ടുകഥകൾ പറഞ്ഞിട്ട് മനുഷ്യരെ പറ്റിക്കാൻ ശ്രമിക്കുന്നത്. അതിന് അവർ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എന്നല്ലാതെ ഇവരുടെ ഈ വായ്ത്താരികളിലൊന്നും യാതൊരു യാഥാർത്ഥ്യവുമില്ല. നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് അവരുടെ പൊള്ളത്തരം മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.